السلام عليكم. Welcome to Jasin's Guide. أيها الأصدقاء، كيف حالكم؟ أظن أنكم جيدون. نعم الحمد لله. ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ അറബിക് ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. അതിനു മുമ്പായിട്ട് ഉള്ളറു ഇലാ സഫത്തി സലാസു അർബാഉൻ 43ാമത്തെ പേജിലോട്ടൊന്ന് നോക്കൂ. മാ ഇസ്മു അൽ വഹദത്തു സാലിസ. മാ ഇസ്മു الوحدة الثالثة. نعم أسرار الصحة. ما معنى أسرار الصحة؟ سر جمع أسرار സീക്രട്ട് അല്ലേ, രഹസ്യം. അസ്റാറു സിഹ പറഞ്ഞാൽ ഹെൽത്ത് സീക്രട്സ് എന്ന് വെച്ചാൽ ആരോഗ്യ രഹസ്യങ്ങൾ. അപ്പോൾ എന്താണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്, നമ്മുടെ യൂണിറ്റിന്റെ പേര് ഇസ്മു അൽ വഹദത്ത് സാലിസ. 3ാമത്തെ യൂണിറ്റിന്റെ പേരെന്താണ്? അസ്റാറു സിഹ എന്നാണ് അല്ലേ, ആരോഗ്യ രഹസ്യങ്ങൾ എന്നാണ് നമ്മുടെ ഈ യൂണിറ്റിന്റെ പേര്. അപ്പോൾ ഈ യൂണിറ്റില് 3 ചാപ്റ്ററുകളാണുള്ളത്. ഈ യൂണിറ്റിൽ 3 ചാപ്റ്ററുകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ 1ാമത്തെ ചാപ്റ്റർ എന്താണ്? ഒളിമ്പിയ അൽ ഖറിയ, മുഖാബലത്തുൻ മുബാഷിറ, അൽ ഹയാത്തുൻ സായിദ, അത് ഖുത്ബ, നസാഇഹു തബീബ് മൻലൂം. അപ്പോൾ എന്തൊക്കെയാണ്? 3 ചാപ്റ്ററുകളാണ് അല്ലേ ഈ യൂണിറ്റിലുള്ളത്. ഈ 3ാമത്തെ യൂണിറ്റിൽ 3 ചാപ്റ്ററുകളാണ് കാണാൻ പറ്റുന്നത്. അത് ഒളിമ്പിയ അൽ ഖറിയ. 1ാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താണ്? ഒളിമ്പിയ അൽ ഖറിയ. ഒളിമ്പിയ അൽ ഖറിയ പറഞ്ഞാൽ ഒളിമ്പിയ അൽ വില്ലേജ് എന്ന് പറയാം അല്ലേ. ഒളിമ്പിയ വില്ലേജ് എന്ന് വെച്ചാൽ നമുക്ക് ആ ചാപ്റ്ററിലോട്ട് വരാം. അപ്പോൾ അതൊരു മുഖാബലത്തുൻ മുബാഷിറത്തുൻ. അതെന്താണ്? ഒരു ലൈവ് ഇന്റർവ്യൂ ആണ്. മുഖാബല പറഞ്ഞാൽ ഒരു ഇന്റർവ്യൂ, മുബാഷിറ നേരിട്ട് നടക്കുന്ന തത്സമയ അഭിമുഖം എന്ന് പറയാം. തത്സമയ അഭിമുഖമാണ്, ലൈവ് ഇന്റർവ്യൂ ആണ്. 2ാമത്തെ ചാപ്റ്റർ എന്താണ്? അൽ ഹയാത്തുൻ സായിദ. അൽ ഹയാത്തുൻ സായിദ പറഞ്ഞാൽ അതൊരു ഖുത്ബയാണ് അല്ലേ, ഒരു പ്രസംഗമാണ്. അപ്പോൾ അൽ ഹയാത്തുൻ സായിദ പറഞ്ഞാൽ എന്താ? ഹാപ്പി ലൈഫ്. സായിദ ഹാപ്പി ലൈഫ് എന്ന് വെച്ചാൽ സന്തോഷകരമായ ജീവിതം. അൽ ഹയാത്ത് പറഞ്ഞാൽ ജീവിതം. അൽ ഹയാത്തുൻ സായിദ പറഞ്ഞാൽ സന്തോഷകരമായ ജീവിതം, ഹാപ്പി ലൈഫ്. പിന്നെ 3ാമത്തെ ചാപ്റ്റർ എന്താണ്? നസാഇഹു തബീബ് എന്ന് വെച്ചാൽ അതൊരു മൻലൂമയാണ്. മൻലൂമൻ പറഞ്ഞാൽ ഒരു പദ്യമാണ് അല്ലേ, മൻലൂമ കവിതയാണ്. നസാഇഹു തബീബ് പറഞ്ഞാൽ ഡോക്ടേഴ്സ് അഡ്വൈസ്. നസാഇഹ് പറഞ്ഞാൽ ഉപദേശം അല്ലേ, ഡോക്ടേഴ്സ് അഡ്വൈസ്, ഡോക്ടറുടെ ഉപദേശം എന്നാണ് നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിന്റെ പേര്. ഉള്ളറു ഇല സഫഹത്തി അർബഅത്തു വ അർബഈൻ. 44ാമത്തെ പേജിലോട്ട് നോക്കൂ. നുലാഹിലു വനുനാകിഷു. നുലാഹിലു നമുക്ക് ശ്രദ്ധിക്കാം, വനുനാകിഷു നമുക്ക് ചർച്ച ചെയ്യാം. അയ്യുഹൽ അസ്തികായി ശുഫ് ഇലാ ഹാദിഹി സൂറ. മാദാ നറ ഫീ ഹാദിഹി സൂറത്തി. ഹായ് കൂട്ടുകാരെ, താഴെ ഒരു ചിത്രം കാണുന്നില്ലേ? ആ ചിത്രത്തിലോട്ട് നോക്കൂ. മാദാ നറ, നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? ഈ ചിത്രത്തിൽ എന്താ നമുക്ക് കാണാൻ സാധിക്കുന്നത്? യുംകിനുന അൻ നറ ബഅദു അൽ ജറ. ചിലരെ നമുക്ക് ഓടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അൽ ബഅദു യർകുദു അല തൂലിൽ മസാരി. എന്തായിരിക്കും? അവരൊരു നീളത്തിലുള്ള ഒരു ട്രാക്കിലൂടെ ഓടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മസാറാണ് ട്രാക്കിന് പറയാം, മസാർ. അപ്പൊ അൽ ബഅദു യർകുദു അല തൂലിൽ മസാരി എന്ന് പറയാം. ഒരു ട്രാക്കിലൂടെ അങ്ങനെ ചിലർ ഓടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെന്തൊക്കെയാണ്? യബ്ദു അന്നഹു സിബാക്കുൻ ജാരി. ഒരു ഓട്ട മത്സരമാണെന്ന് നമുക്ക് തോന്നുന്നില്ലേ കണ്ടിട്ട്? ഒരു സിബാക്കുൽ ജാരി പറഞ്ഞാല് ഓട്ട മത്സരം അല്ലേ, ഒരു ഓട്ട മത്സരമാണെന്ന് നമുക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ട് അല്ലേ. ഈ ചിത്രത്തിൽ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പിന്നെ അമാമി ലദൈഹി ഉംറുൻ ജയ്യിദുൻ. ഒരു വലിയ നല്ല പ്രായമുള്ള ഒരാൾ മുമ്പിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അവരുടെ മുന്നിലായിട്ട് ഓടുന്ന ആളൊരു നല്ല പ്രായമുള്ള, ലദൈഹി ഉംറുൻ ജയ്യിദ്, നല്ല ഒരുപാട് നല്ല പ്രായമുള്ള ഒരാളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലാക്കിന്നഹു യസീർ ബിശക്ലിൻ ചെയ്ത്, നല്ല പ്രായം ഉണ്ടായിട്ടും അയാൾ നന്നായി ഓടുന്നുണ്ട് അല്ലേ. സയകൂനു ലദൈഹി സിഹത്തുൻ ജയ്യിദ അല്ലേ, അയാൾക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരിക്കും. സയകൂനു ലദൈഹി സിഹത്തുൻ ജയ്യിദ, നല്ല ആരോഗ്യവാനായിരിക്കും. അതുകൊണ്ടാണ് അയാള് ഫ്രണ്ടിൽ തന്നെ ഓടുന്നത് അല്ലേ. അവരുടെ മുമ്പിലായിട്ട് ഓടാൻ സാധിക്കുന്ന ഒരു പ്രായമുള്ള ഒരാളാണ്. പിന്നെ അപ്പൊ എങ്ങനെ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുക? കൈഫ തതമത്തഉ ബിസിഹത്തിൻ ജയ്യിദ. എങ്ങനെയാണ് നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരിക്കുക?
ഇത്രയും പ്രായമുള്ള ആള് നല്ല മുന്നിലായിട്ട് നന്നായിട്ട് ഓടുന്നുണ്ട് അല്ലേ? അപ്പൊ എങ്ങനെയായിരിക്കും നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുക? ക്ലാസ് റൂമിൽ എല്ലാവരും നന്നായിട്ടൊന്ന് ചർച്ച ചെയ്യണം കേട്ടോ. എങ്ങനെയായിരിക്കും നമുക്ക് ആരോഗ്യം ഉണ്ടായിരിക്കുക? അസിഹത്തു നിഅമത്തുൻ കബീറത്തുൻ അല്ലേ? ഹെൽത്ത് ഈസ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ് എന്ന് വെച്ചാൽ എന്താണ്? ആരോഗ്യം എന്നുള്ളത് നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് അല്ലേ? അള്ളാഹുവിൽ നിന്ന് നൽകുന്ന ഒരു വലിയൊരു അനുഗ്രഹമാണ് എന്ത്? സിഹത്ത്, ആരോഗ്യം. ഹെൽത്ത് ഈസ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ് എന്ന് പറയാം. അതുപോലെ പിന്നെ എന്തൊക്കെ പറയാം ആരോഗ്യത്തെക്കുറിച്ച്? ലിറിയാലത്തി ദൗറും കബീറും ഫി ഹിഫാൽ സിഹത്തി എന്ന് പറഞ്ഞൂടെ? റിയാല എന്ന് പറഞ്ഞാല് എന്താണ്? സ്പോർട്സ് അല്ലേ? കായിക മത്സരങ്ങൾക്കാണ് റിയാല എന്ന് പറയാ. അപ്പൊ റിയാലത്തി ദൗറും കബീറും ഫി ഹിഫ്ൽ സിഹത്തി. സ്പോർട്സ് പ്ലേ പറഞ്ഞാൽ എ മേജർ റോൾ ഇൻ മെയിൻറ്റെയിനിങ് ഹെൽത്ത്. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് സ്പോർട്സിന് വലിയൊരു റോള് തന്നെയുണ്ട് അല്ലേ? റിയാലത്തി ദൗറും കബീറും ഫി ഹിഫാൽ സിഹത്തി എന്ന് പറയാം അല്ലേ? അങ്ങനെ ഒരു പോയിന്റ് നമുക്ക് അങ്ങനെ പറഞ്ഞൂടെ? അസിഹത്ത് നിഅമത്തുൻ കബീറ എന്ന് പറയാം. പിന്നെ അതുപോലെ സ്പോർട്സ് പ്ലേ എ മേജർ റോൾ ഇൻ മെയിൻറ്റെയിനിങ് ഹെൽത്ത് എന്ന് പറയാം. റിയാലത്തി ദൗറും കബീറും ഫി ഹിഫാൽ സിഹ. അതുപോലെ പിന്നെ എന്തൊക്കെയാ പറയാ ഇതിനെക്കുറിച്ച്? നമുക്ക് ആരോഗ്യം ഉണ്ടാവാൻ എന്തൊക്കെ ചെയ്യണം? നല്ല ഫുഡൊക്കെ കഴിക്കണ്ടേ? ലഹു അഹമ്യത്തുൻ കബീറത്തുൻ ഫി ഹിഫ്ൽ സിഹ എന്ന് പറയാം. ഹെൽത്തി ലഞ്ച്, നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നല്ലൊരു ഫുഡ് ബ്രേക്ക്ഫാസ്റ്റിൽ തുടങ്ങണം അല്ലേ? നല്ല ഫുഡ് കഴിച്ച് നമ്മൾ ഒരു ദിവസം ആരംഭിക്കണം. അപ്പൊ എന്ത് പറയാം? ഹെൽത്തി ലഞ്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മെയിൻറ്റെയിനിങ് ഹെൽത്ത്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മുടെ അതിനൊരു നല്ല എന്തുണ്ട്? ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മെയിൻറ്റെയിനിങ് ഹെൽത്ത്. നമ്മുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വലിയൊരു സ്ഥാനമുണ്ട് അല്ലേ? ഹെൽത്തി ലഞ്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മെയിൻറ്റെയിനിങ് ഹെൽത്ത്. അൽ ഗദാഉ സഹീഹു ലഹു അഹമ്മിയത്തുൻ കബീറത്തുൻ ഫി ഹിഫ്ൽ സിഹ എന്ന് പറയാം. പിന്നെ അതുപോലെ വേറെന്തൊക്കെ പോയിന്റ് പറയാം? സിഹത്തുൽ ജിസ്മി വ സിഹത്തുൽ ആഖിലി കിലാഹുമ മുഹിമ്മത്താനി എന്ന് വെച്ചാൽ എന്താണ്? ശരീരത്തിന്റെ ആരോഗ്യവും മനസ്സിന്റെ ആരോഗ്യവും ഒരുപോലെ പ്രധാനമാണ് അല്ലേ? നമ്മൾ ശരീരം മാത്രം ആരോഗ്യം ഉണ്ടായാൽ മതിയോ? നമ്മൾ മനസ്സും വേണ്ട നല്ല ആരോഗ്യം. മനസ്സിനും ഹാപ്പി ആയിരിക്കണം. മനസ്സ് എപ്പോഴും നല്ല ഉഷാറായിരിക്കണം. മനസ്സും ആരോഗ്യവാനായിരിക്കണം. ഒരുപാട് ടെൻഷനും ബുദ്ധിമുട്ടും ഒക്കെ മനസ്സിൽ കൊണ്ടുവച്ച് നടന്നാൽ നമ്മളെ മനസ്സും രോഗവാനാവും. അതുപോലെ കൂടെ തന്നെ ശരീരവും എന്താവും? രോഗവാനാവും. അപ്പോ രോഗിയായി മാറും അല്ലേ? അപ്പൊ എന്താവണം? സിഹത്തുൽ ജിസ്മി വ സിഹത്തുൽ ആഖിലി കിലാഹുമ. ഇവ രണ്ടും എന്താണ്? മുഹിമ്മത്താണ്. നമുക്ക് അത് എന്താണ്? ഇവ രണ്ടും ഒരുപോലെ പ്രധാനമാണ് അല്ലേ? ശരീരത്തിന്റെ ആരോഗ്യവും മനസ്സിന്റെ ആരോഗ്യവും ഒരുപോലെ പ്രധാനമാണ് അല്ലേ? നമുക്ക് ഹെൽത്തി ബോഡി ആൻഡ് ഹെൽത്തി മൈൻഡ് ആർ ബോത്ത് ഇമ്പോർട്ടൻറ്റ്. രണ്ടും ഒരുപോലെ നമുക്ക് പ്രധാനമാണ്. പിന്നെന്തൊക്കെ പോയിന്റ് പറയാം ആരോഗ്യത്തെക്കുറിച്ച്? അൽ ഹയാത്തുൻ സഈദ ലാ തതഹഖഖു ഇല്ലാ ബിസ്സിഹത്തി വൽ ആഫിയ എന്ന് പറയാം. നല്ല ആരോഗ്യവും ക്ഷേമവും ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ്? സന്തോഷകരമായ ഒരു ജീവിതം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ? അപ്പൊ അതൊരു നല്ലൊരു പോയിന്റ് അല്ലേ? അൽ ഹയാത്തുൻ സഈദ ലാ തതഹഖഖു ഇല്ലാ ബിസ്സിഹത്തി വൽ ആഫിയ. എ ഹാപ്പി ലൈഫ് ഈസ് ഓൺലി അച്ചീവ്ഡ് വിത്ത് ഹെൽത്ത് ആൻഡ് വെൽനെസ്. എന്ന് വെച്ചാല് സന്തോഷകരമായ ഒരു ജീവിതം കൈവരിക്കാൻ എന്തു വേണം? നല്ല ആരോഗ്യവും ക്ഷേമവും ഇവയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷകരമായ ഒരു ജീവിതം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ? അപ്പം ഇനി എന്തൊക്കെ നിങ്ങൾക്ക് ആരോഗ്യത്തെക്കുറിച്ച്, സിഹത്തിനെ കുറിച്ച്, ഹെൽത്തി ലൈഫിനെ കുറിച്ച് എന്തൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ട്? അതൊക്കെ നിങ്ങൾ ക്ലാസ് റൂമിൽ ചർച്ച ചെയ്യൂ കേട്ടോ. 45 പേജിലോട്ട് നോക്കൂ. മാ ഇസ്മു ദർസുന, എന്താണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്? ഒളിമ്പിയ അൽ ഖറിയ, ഒളിമ്പിയ വില്ലേജ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്? ഒളിമ്പിയ അൽ ഖറിയ. ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കായിക മത്സരത്തിന്റെ ഒരു തത്സമയ
പരിപാടിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്? ഒളിമ്പിയ അൽ ഖറിയ, ഒളിമ്പിയ വില്ലേജ്. ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കായിക പ്രോഗ്രാമാണ് കേട്ടോ. അപ്പോൾ ഒരു അനൗൺസ്മെന്റ് കേൾക്കാം കേട്ടോ. എന്താണ് അനൗൺസ്മെന്റ്? നസ്തമിഉ ഇലൽ ബലാഗ് യുർജ മിനൽ മുശാരികീന ഫി സിബാഖി 3000 മീറ്റർ തവജ്ജുഹു ഇലൽ മസാർ. എന്താണ് അനൗൺസ്മെന്റ്? നസ്തമിഉ, നമുക്ക് ശ്രദ്ധിക്കാം, നമുക്ക് കേൾക്കാം, ഇലൽ ബലാഗ്, എവിടേക്ക്? റിപ്പോർട്ടിലേക്ക്. എന്താണ്? വി ലിസൺ ടു ദി റിപ്പോർട്ട് എന്ന് വെച്ചാൽ ഒരു അനൗൺസ്മെന്റ് കേൾക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു സ്പോർട്സ് ഒക്കെ നടക്കുമ്പോൾ ഗ്രൗണ്ടിൽ അനൗൺസ്മെന്റ് ഇങ്ങനെ കേൾക്കൂലേ, ട്രാക്കിലോട്ട് വരാനൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ ഒരു അനൗൺസ്മെന്റ് കേൾക്കുകയാണ്. വി ലിസൺ ടു ദി റിപ്പോർട്ട്, നമുക്ക് ആ റിപ്പോർട്ടിലോട്ടൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ എന്താണ് പറയുന്നത്? അനൗൺസ്മെന്റ് എന്താ കേൾക്കുന്നത്? യുർജ മിനൽ മുശാരികീന ഫി സിബാഖി 3000 മീറ്റർ തവജ്ജുഹു ഇലൽ മസാർ. എന്താണ് പറയുന്നത്? 3000 മീറ്റർ ഓട്ടത്തിൽ പങ്കെടുക്കുന്നവർ ട്രാക്കിലേക്ക് പോകാൻ അഭ്യർത്ഥിക്കുന്നു എന്നാണ് പറയുന്നത്. യുർജ പറഞ്ഞാല് എല്ലാവരും പ്രതീക്ഷയോടെ പറയാണ്. യുർജ മിനൽ മുശാരികീന, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവര്, ഫി സിബാഖി 3000 മീറ്റർ മത്സരത്തിലേക്ക്, ഓട്ട മത്സരം, മീറ്റർ തവജ്ജുഹു ഇലൽ മസാർ, അവര് എവിടേക്ക് എത്തണം? മസാർ എന്ന് പറഞ്ഞാല് ട്രാക്ക്. അപ്പൊ എന്താ പറയുന്നത്? 3000 മീറ്റർ ഓട്ടത്തിൽ പങ്കെടുക്കുന്നവർ ട്രാക്കിലേക്ക് പോകാൻ അഭ്യർത്ഥിക്കുന്നു എന്നാണ് പറയുന്നത്. ഒന്നുകൂടി വായിക്കാം. യുർജ മിനൽ മുശാരികീന, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ എത്രയും പെട്ടെന്ന് എത്തുക എന്നാണ് പ്രതീക്ഷിക്കുന്നു. ഫി സിബാഖി 3000, 3000 മീറ്റർ. സലാസത്തി പറഞ്ഞാല് 3, ആലാഫ് 3000 അല്ലെ, 1000 അല്ലെ. 3000 മീറ്റർ ഓട്ട മത്സരം, സിബാക്ക് മത്സരം, മിത്തർ എന്ന് പറഞ്ഞാല് മീറ്റർ, തവജ്ജുഹു ഇലൽ മസാർ, ട്രാക്കിലേക്ക് വരാൻ എന്നാണ് പറയുന്നത്. പാർട്ടിസിപ്പന്റ് ഇൻ ദി 3000 മീറ്റർ റേസ് ആർ റിക്വസ്റ്റഡ് ടു ഹെഡ് ടു ദി ട്രാക്ക് എന്നാണ് പറയുന്നത് അല്ലേ. പാർട്ടിസിപ്പന്റ് ഇൻ ദി 3000 മീറ്റർ റേസ് ആർ റിക്വസ്റ്റഡ് ടു ഹെഡ് ടു ദി ട്രാക്ക്. എന്താണ് പറയുന്നത്? 3000 മീറ്റർ ഓട്ടത്തിൽ പങ്കെടുക്കുന്നവർ ട്രാക്കിലേക്ക് പോകാൻ അഭ്യർത്ഥിക്കുന്നു എന്നാണ് നമുക്ക് അനൗൺസ്മെന്റ് കേൾക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് പാരഗ്രാഫ് എന്താണ്? انتهى سباق 3000 متر. فاز عبد الله بالمركز الأول. ارتفعت الزغاريد بالتشجيع والتصفيق. هو أكبر متسابقين سنا. قلده الوزير الوسام الذهبي. تزاحم حوله المراسلون من قنوات مختلفة للمقابلة. എന്താണ് ആ പാരഗ്രാഫിൽ പറയുന്നത്? ഇൻതഹ സിബാഖു 3000 മീറ്റർ. ഇൻതഹ, അവസാനിച്ചു. അങ്ങനെ ആ ഓട്ട മത്സരത്തിലേക്ക് അനൗൺസ്മെന്റ് ഒക്കെ കഴിഞ്ഞില്ലേ? എല്ലാവരും 3000 മീറ്റർ ഓട്ട മത്സരത്തിലേക്ക് എത്താൻ എല്ലാവരോടും അനൗൺസ്മെന്റ് ഒക്കെ ചെയ്ത് കേട്ടില്ലേ? അങ്ങനെ എല്ലാവരും എത്തി. അങ്ങനെ ഓട്ട മത്സരം അവസാനിച്ചു കേട്ടോ. അങ്ങനെ ഇൻതഹ സിബാഖു 3000 മീറ്റർ, 3000 മീറ്റർ മത്സരം അവസാനിച്ചു. 3000 മീറ്റർ റേസ് ഈസ് ഓവർ എന്ന് പറയാം. 3000 മീറ്റർ ഓട്ടം കഴിഞ്ഞു. ഫാസ അബ്ദുള്ള ബിൽ മർക്കസിൽ അവൽ. ആരാണ് ജയിച്ചത്? അബ്ദുള്ള വിൻസ് ഫസ്റ്റ് പ്ലേസ്. ആരാണ്? അബ്ദുള്ളയാണ് ആദ്യ സ്ഥാനം. അബ്ദുള്ള 1ാം സ്ഥാനം നേടിയിരിക്കുന്നു. ഫാസ പറഞ്ഞാല് വിജയിച്ചിരിക്കുന്നു. അബ്ദുള്ള ബിൽ മർക്കസിൽ അവൽ, 1ാം സ്ഥാനം നേടിയിരിക്കുന്നു അല്ലേ. അബ്ദുള്ള വിൻസ് ഫസ്റ്റ് പ്ലേസ്. അങ്ങനെ ഇർത്തഫഅത്തി സഗാരീദു ബിത്തസ്ജീ വത്തസ്ഫീഖ്. ഇർത്തഫഅത്തി സഗാരീദു, ഈ വാക്ക് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്. ഇർത്തഫഅത്തി സഗാരീദു, ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു ഫുട്ബോൾ കാണാൻ പോകുന്ന, വേൾഡ് കപ്പ് കാണാൻ പോകുന്ന അവിടെ വെച്ച് ഗാലറിയിൽ വെച്ച് ഇർത്തഫഅത്തി സഗാരീദു എന്ന് പറയുന്നുണ്ട്. ആരവങ്ങൾ ഉയർന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇർത്തഫഅത്തി സഗാരീദു ബിത്തസ്ജീ വത്തസ്ഫീഖ്, എന്താണ് പറയുന്നത്? പ്രോത്സാഹനത്തിന്റെയും കരഘോഷത്തിന്റെയും മുഴക്കങ്ങൾ ഉണ്ടായി എന്ന് പറയാം അല്ലെ. ഇർത്തഫഅത്തി പറഞ്ഞാൽ ഉയർന്നു, അസ്സഗാരീദു ആരവങ്ങൾ,
ബിത്തസ്ജീ പറഞ്ഞാല് പ്രോത്സാഹനത്തിന്റെ, തസ്ജീ പറഞ്ഞാല് പ്രോത്സാഹിപ്പിക്കുക അല്ലെ. അപ്പൊ നമ്മള് ഒരു ഓട്ട മത്സരം ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ. അതുപോലെ പ്രോത്സാഹനത്തിന്റെ ആരവങ്ങൾ ഉയർന്നു. വത്തസ്ഫീക്ക് കരഘോഷത്തിന്റെ, കരഘോഷം എന്ന് പറഞ്ഞാല് കയ്യടിയൊക്കെ മുഴങ്ങുകയാണ്. there are cheers and applause എന്ന് വെച്ചാല് കരഘോഷവും അപ്ലോസ് എന്ന് പറഞ്ഞാല് കരഘോഷം അല്ലെ, കയ്യടികൾ ഉയർന്നു. തസ്ജീ എന്ന് പറഞ്ഞാല് ചിയേഴ്സ് എന്ന് വെച്ചാല് പ്രോത്സാഹിപ്പിക്കുക, പ്രോത്സാഹനത്തിന്റെ. വിത്തസ്ജീ വത്തസ്ഫീക്ക് പ്രോത്സാഹനത്തിന്റെ, അതുപോലെ വത്തസ്ഫീക്ക് പറഞ്ഞാല് കയ്യടി അല്ലെ, കരഘോഷം. അതൊക്കെ അസ്സഗാരീദ് ആരവങ്ങൾ ഉയർന്നു. ഇർതഫഅത്തി അസ്സഗാരീദു ബിത്തസ്ജീ വത്തസ്ഫീക്ക് there are cheers and applause എന്ന് വെച്ചാല് പ്രോത്സാഹനത്തിന്റെയും കരഘോഷത്തിന്റെയും മുഴക്കങ്ങൾ ഉണ്ടായി. അങ്ങനെ ഹുവ അക്ബറു മുതസാബിഖീന സിന്നൻ, ആര്? നമ്മുടെ അബ്ദുള്ള അല്ലെ, ആദ്യ ഫസ്റ്റ് പ്ലേസ് നേടിയ അബ്ദുള്ള എന്നവരെ, ഹുവ അവര്, അക്ബറു മുതസാബിഖീന സിന്നൻ വയസ്സില് ഒരുപാട് പ്രായമുള്ളൊരു, ഏറ്റവും കൂടുതൽ പ്രായമുള്ള വ്യക്തിയാണ് ആര്? അബ്ദുള്ള. ഹി ഈസ് ദ ഓൾഡസ്റ്റ് റണ്ണർ, അവര് കുറച്ച് പ്രായമുള്ള ആളാണ് അല്ലെ, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. മത്സരാർത്ഥികളിൽ ഏറ്റവും പ്രായം കൂടിയ ആളാണ് എന്ന് പറയാം. ഹുവ അക്ബറു മുതസാബിഖീന സിന്ന, മത്സരാർത്ഥികൾ. മുതസാബിഖീന എന്നല്ലേ മത്സരാർത്ഥികൾ. അപ്പൊ വയസ്സില് മത്സരാർത്ഥികളിൽ ഏറ്റവും പ്രായം കൂടിയ ആള് ആരാണ്? അബ്ദുള്ളയാണ്. അങ്ങനെ ഖല്ലദഹുൽ വസീറു അൽ വിസാം ദഹബി, ഖല്ലദഹു, ഖല്ലദഹു പറഞ്ഞാല് സമ്മാനിച്ചു. ഖല്ലദഹുൽ വസീറു അങ്ങനെ മന്ത്രി സമ്മാനിക്കുകയാണ്. അൽ വിസാം ദഹബി ഗോൾഡ് മെഡൽ അല്ലെ, അദ്ദേഹത്തിന് മന്ത്രി ഗോൾഡ് മെഡൽ സമ്മാനിച്ചു. ദ മിനിസ്റ്റർ അവാർഡ് ഹിം ദ ഗോൾഡ് മെഡൽ. വിസാം പറഞ്ഞാല് മെഡൽ, ദഹബി പറഞ്ഞാല് ഗോൾഡ് മെഡൽ, വസീർ മന്ത്രി, ഖല്ലദഹു പറഞ്ഞാൽ സമ്മാനിച്ചു, ഖല്ലദഹുൽ വസീർ മന്ത്രി സമ്മാനിച്ചു, അൽ വിസാം ദഹബി ഗോൾഡ് മെഡൽ സമ്മാനിക്കുകയാണ്. വിസാം പറഞ്ഞാൽ എന്താണ്? മെഡൽ അല്ലെ, ഗോൾഡ് മെഡൽ സമ്മാനിക്കുകയാണ്. ദ മിനിസ്റ്റർ അവാർഡ് ഹിം ദ ഗോൾഡ് മെഡൽ. തസാഹമ ഹൗലഹു അൽ മുറാസിലൂന മിൻ ഖനവാതിൻ മുഖ്തലിഫത്തിൻ ലിൽ മുഖാബലത്തി. അങ്ങനെ തസാഹമ, അങ്ങനെ തിക്കും തിരക്കൊക്കെ ആയി അങ്ങനെ എല്ലാവരും അങ്ങനെ ഓടി വരികയാണ് അല്ലെ. തസാഹമ ഹൗല, അദ്ദേഹത്തിന് ചുറ്റും എന്താണ്? തിങ്ങിക്കൂടുകയാണ്. ആര്? അൽ മുറാസിലൂന മിൻ ഖനവാതിൻ മുഖ്തലിഫ, വ്യത്യസ്ത ചാനലുകളിൽ നിന്നും വന്ന ഈ റിപ്പോർട്ടേഴ്സ് എന്ന് വെച്ചാല് നമ്മള് ഓരോ ന്യൂസ് ചാനലുകളിൽ നിന്നൊക്കെ വന്ന, ഇപ്പൊ മന്ത്രിയൊക്കെ വന്നതല്ലേ, അപ്പൊ വലിയൊരു പരിപാടിയാണ്, ഒരു ഗ്രാമത്തിൽ നടക്കുന്ന വലിയൊരു പരിപാടിയാണ്. അപ്പൊ ഒരു കായിക മത്സരമാണ്. അതില് വ്യത്യസ്ത ചാനലുകളിൽ നിന്നും വന്ന റിപ്പോർട്ടേഴ്സ് വന്നിട്ട് അവരെല്ലാവരും അവർക്ക് ചുറ്റും, ഹൗലഹു പറഞ്ഞാല് അദ്ദേഹത്തിന് ചുറ്റും, ആരുടെ? അബ്ദുള്ള എന്ന കുറച്ച് ഓൾഡസ്റ്റ് മാൻ അല്ലെ, ആ പ്രായം ചെന്ന ആളുടെ ചുറ്റും ആളുകൾ കൂടുകയാണ്. ലിൽ മുഖാബലത്ത്, എന്തിനു വേണ്ടിയിട്ട്? ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട്. റിപ്പോർട്ടേഴ്സ് ഫ്രം ഡിഫറെന്റ് ചാനൽസ് ക്രൗഡ് അറൗണ്ട് ഹിം ഫോർ ആൻ ഇന്റർവ്യൂ. ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് റിപ്പോർട്ടേഴ്സ് വിവിധ ചാനലുകളിൽ നിന്ന്, കനവാത്ത് പറഞ്ഞാല് ചാനലുകൾ, മുഖ്തലിഫ പറഞ്ഞാല് വ്യത്യസ്ത ചാനലുകളിൽ നിന്നുമുള്ള അൽ മുറാസിലൂന, മുറാസിലൂന പറഞ്ഞാൽ റിപ്പോർട്ടേഴ്സ്, ലിൽ മുഖാബലത്ത് എന്തിനു വേണ്ടിയിട്ട്? ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് എല്ലാവരും തടിച്ചു കൂടുകയാണ്. ശരിയാണല്ലേ? അപ്പൊ ഇത്രയും ആളുകൾക്കിടയിൽ വിജയിച്ചത് ആരാണ്? ഏറ്റവും കൂടുതൽ പ്രായം ചെന്ന ആളാണ് ഈ 3000 മീറ്റർ ഓട്ട മത്സരത്തിൽ വിജയിക്കുന്നത്. അപ്പൊ എന്തായാലും റിപ്പോർട്ടേഴ്സ് ഓടിക്കൂടൂലേ? അപ്പൊ അങ്ങനെ മന്ത്രി അവർക്ക് ഒരു ഖല്ലദഹുൽ വസീറു അൽ വിസാം ദഹബി, ഒരു ഗോൾഡ് മെഡൽ ഒക്കെ നൽകിയിട്ട് അദ്ദേഹത്തിനെ സമ്മാനിക്കുകയാണ്. അതിനുശേഷം തസാഹമ ഹൗലഹു അൽ മുറാസിലൂന മിൻ ഖനവാതിൻ മുഖ്തലിഫത്തിൻ ലിൽ മുഖാബലത്തി, ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് വ്യത്യസ്ത ചാനലുകളിൽ നിന്നുള്ള റിപ്പോർട്ടേഴ്സ് തടിച്ചു കൂടുകയാണ് അദ്ദേഹത്തിന് ചുറ്റും അല്ലെ.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി അല്ലേ? ഈ ഫസ്റ്റ് പാരഗ്രാഫ് എല്ലാവരും നന്നായിട്ടൊന്ന് വായിക്കുക. എന്തെങ്കിലും മനസ്സിലാവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ വോയിസ് നന്നായിട്ടൊന്ന് കേട്ട് മനസ്സിലാക്കുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ നല്ല ലെങ്തി ആയി പോകും. അതുകൊണ്ട് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗം ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവരും വീഡിയോസ് കാണുക. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഇൻഷാ അല്ലാ. താങ്ക് യു. ബൈ.